കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഒരു ചെറിയ സുവിശേഷ ദൂത്, രക്ഷാദൂത് നിങ്ങളോട് പങ്കിടുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനാത്മകമായിരിക്കുന്ന പല വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. അത്തരം വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ധാരാളം വിഷയങ്ങൾ ഇനിയും നമുക്ക് ഒന്നിച്ചു പഠിക്കാനായിട്ട് ദൈവസന്നിധിയിലുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു ചിന്ത, ഒരു സുവിശേഷ ദൂത് അറിയിക്കണം എന്നുള്ളൊരു ആത്മീയമാകുന്ന പ്രേരണ എന്റെ മനസ്സിലുണ്ടായി. ആ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ നിലയിൽ ഒരു ചെറിയ ലൈവിൽ ഇത് പറയാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നത്. എന്റെ ഇന്നത്തെ ഈ പ്രസന്റേഷന്റെ ടൈറ്റിൽ ഭാഗ്യവാൻ എന്നുള്ളതാണ്. ആരാണ് ഭാഗ്യവാൻ? വാസ്തവത്തിൽ ലോക വിഷയമായി നമ്മൾ വിഷയങ്ങളെ വിലയിരുത്തുമ്പോൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ വീക്ഷണ കോണത്തിലായിരിക്കും നമ്മൾ സാധാരണ ഭാഗ്യവാന്മാരെ വിലയിരുത്തുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ധാരാളം സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന ഒരാളെ ഭാഗ്യവാൻ എന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ വിലയിരുത്തും. ഹ്യൂജ് ബിൽഡിംഗ്, ഹൗസസ് അതുണ്ടാക്കുക, വിലപിടിച്ച കാറുകൾ വാങ്ങുക, വമ്പിച്ച നിക്ഷേപങ്ങൾ ബാങ്കിൽ ഉണ്ടാക്കുക, നല്ല ജോലി ഉണ്ടായിരിക്കുക, സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ അനുകൂലമായ നിലയിൽ ഉണ്ടായിരിക്കുക, നല്ല സുഹൃത്ത് വലയങ്ങള്, ടെൻഷനില്ലാത്ത, മാനസിക സംഘർഷമില്ലാത്ത ജീവിതശൈലി, ഇതൊക്കെ ഉണ്ടായാൽ നമ്മൾ സാധാരണ നിലയിൽ പറയും, ഇവൻ ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം വളരെ ഭാഗ്യശാലിയാണ് എന്ന് നമ്മൾ പറയും. വാസ്തവത്തില് ലോക വിഷയമായി ലോകത്തിന്റെ വീക്ഷണ കോണത്തിൽ മനുഷ്യൻ കാണുമ്പോൾ ഭൗമികമായ നന്മകളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ കൽപ്പിക്കുന്ന ഭാഗ്യവർണ്ണയല്ല വാസ്തവത്തിൽ ഒരു മനുഷ്യനെ ഭാഗ്യവാനാക്കുന്നത്. ധാരാളം ഘടകങ്ങൾ ഇതൊക്കെ ഉള്ളത് ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയും. കാരണം എല്ലാവർക്കും വലിയ വീടുകളില്ല, എല്ലാവർക്കും നല്ല ആരോഗ്യമില്ല, എല്ലാവർക്കും സൗന്ദര്യമില്ല, എല്ലാവർക്കും സാമ്പത്തികമാകുന്ന സുരക്ഷിതത്വമില്ല, എല്ലാവർക്കും നല്ല മുന്തിയ ഇനം വാഹനങ്ങളില്ല, എല്ലാവർക്കും ഉയർന്ന നിലയിൽപ്പെട്ട സ്നേഹിതരുടെ സംഘങ്ങളില്ല. അപ്പം വ്യത്യസ്തമാണ് ജീവിതമൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പറയപ്പെട്ട എല്ലാ സൗകര്യങ്ങളുള്ള ആളുകളെ ഭാഗ്യവാന്മാർ എന്ന ഒരു പക്ഷെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്നാൽ അവരാരും അല്ല ദൈവദൃഷ്ടിയിൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ തന്നെ ഭാഗ്യവാന്മാരെ കുറിച്ച് ധാരാളം വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 7 വ്യത്യസ്ത കൂട്ടം ആളുകളെ ഭാഗ്യവാന്മാർ എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെക്കുകയാണ്. അതെല്ലാം ഫിൽറ്റർ ചെയ്ത് നോക്കിയപ്പോൾ 3 പ്രത്യേക കൂട്ടം ആളുകളെ ഭാഗ്യവാന്മാർ എന്ന് വിശുദ്ധ വേദപുസ്തകം വിലയിരുത്തുന്നത് ഷോർട്ടായി പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് 32-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുന്ന ഭാഗ്യവർണ്ണയാണ്. അതെങ്ങനെ പറയുന്നു? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ 2 പദപ്രയോഗങ്ങളെ ഞാൻ വളരെ സൂക്ഷ്മമായി ഒന്ന് അപഗ്രഥിച്ച് പറയാം. എന്താണ് ലംഘനം? ട്രാൻസ്ഗ്രഷൻ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതാണ് ലംഘനം എന്ന് പറയുന്നു. ഇപ്പൊ ഏത് മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തതെന്ന് ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ മനഃപൂർവ്വമായി ഭേദിച്ച് അവന്റെ സ്വന്തം വൊളീഷൻ കൊണ്ട് അതിനെ മറികടന്നാൽ അതിന്റെ പേര് ലംഘനം എന്നാണ്. ഇപ്പൊ ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ മനഃപൂർവ്വമായി മറികടക്കുന്നതിനെയാണ് ലംഘനം എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് ലംഘനം ചെയ്യുവാൻ നമ്മിൽ വസിക്കുന്ന പ്രേരക ശക്തിയാണ്. ഈ പ്രേരക ശക്തി ആദാമിൽ നിന്ന് മനുഷ്യ തലമുറയിലേക്ക് പകരപ്പെട്ടതാണ്, തലമുറയായി പകരപ്പെട്ടതാണ്. ആ പ്രേരക ശക്തിയെക്കുറിച്ചാണ് റോമാലേഖന 7-ാം അധ്യായത്തിൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു, നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നെക്കൊണ്ട് അത് ചെയ്യിക്കുന്നത് എന്നൊരു അപ്പോസ്തലൻ പറയുകയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആർ വിടുവിക്കും. പാപം എന്ന് പറയുന്നത് ലംഘനം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, അമൽ കുടികൊള്ളുന്ന പ്രേരക ശക്തിയാണ്. അത് നമുക്ക് ആദാമിൽ നിന്ന് നമ്മിലേക്ക്
പകരപ്പെട്ട ഒരു പ്രത്യേക സ്വഭാവമാണ്. ആ സ്വഭാവം ലോകത്തിൽ സ്ത്രീയുടെ സന്തതികളായി ജനിച്ച എല്ലാ മനുഷ്യർക്കുമുണ്ട്. 51 സങ്കീർത്തനം 5 വാക്യത്തിൽ ദാവീദ് പറയുന്നു, ബിഹോൾഡ് ഐ വാസ് ഷേപ്പൺ ഇൻ ഇനിക്വിറ്റി ആൻഡ് ഇൻ സിൻ ഡിഡ് മൈ മദർ കൺസീവ് മീ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭധരിച്ചു. 32 സങ്കീർത്തനത്തിൽ ഗുരുതരമായൊരു പാപം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ദാവീദ് പറയുമ്പോൾ അദ്ദേഹം ദൈവസ്ഥനിൽ പറയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കുന്നത് ഇസ്രായേലിന്റെ രാജാവായി സിംഹാസനിൽ ആരൂഢനായിരിക്കുന്ന അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ സങ്കീർത്തനങ്ങൾ ധാരാളം ദൈവസ്ഥൻ എഴുതിയവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും കിന്നര കൊണ്ടും ദൈവത്തിന് പാടുന്നവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഒരു വലിയ പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടെ വിരാജിക്കുന്ന ഒരു ഉന്നതമായ പദവിയല്ല. ഇതെല്ലാം ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവസേനയിൽ ലംഘനക്കാരാണ്. ഏകന്റെ അനുസരണക്കെന്നാൽ അനേകർ പാപികളായി തീർന്നു എന്ന് റോമർ 5 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അങ്ങനെ ആദാമിൽ നിന്ന് എല്ലാ മനുഷ്യരിലേക്കും പാപം പകർന്നിരിക്കുന്നു. നാം എല്ലാവരും ദൈവസേനയിൽ ലംഘനക്കാരും പാപികളുമാണ്. അപ്പൊ ലംഘനക്കാരും പാപികളുമായ നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന ലംഘനവും പാപവും കർത്താവ് സൗജന്യമായി നമുക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് വാസ്തവത്തില് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതാ 32 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ലംഘനങ്ങളുടെ മോചനം, പാപങ്ങളുടെ മോചനം, പാപത്തിന്റെ കടം ക്ഷമിക്കപ്പെടുന്നത്? വിശുദ്ധ വേദോസം പറയുന്നു, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ 1 ലേഖനം 1 അധ്യായം 9 വാക്യം. അപ്പോൾ വാസ്തവത്തിലെ ആദ്യത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും നമ്മോട് ക്ഷമിച്ചു എന്നുള്ള മഹാഭാഗ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലും സ്നേഹത്താലും കർത്താവിന്റെ ചങ്കിലെ ചോരയാൽ ദൈവം എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ച്, എന്റെ അകൃത്യങ്ങളെ എന്നോട് മറന്ന്, എന്റെ ലംഘനങ്ങളെ എന്നോട് മറന്ന് എന്നോട് കരുണ കാണിച്ചു, എന്റെ പാപങ്ങളെ മോഹിച്ചു തന്നു എന്നുള്ള എന്റെ കണ്ടെത്തലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഡോക്ടർ സിംസൺ ആണല്ലോ ക്ലോറോഫോം കണ്ടുപിടിച്ചത്. അദ്ദേഹം ക്ലോറോഫോം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ മെഡിക്കൽ വേൾഡിലെ ഏറ്റവും അത്ഭുതാപകമായ കണ്ടുപിടുത്തമായിരുന്നു ക്ലോറോഫോമിന്റെ കണ്ടുപിടുത്തം. മനുഷ്യനെ നിദ്രയിലമർത്തിയാൽ അവന്റെ ശരീരത്തിന്മേൽ ഏത് കത്തിപ്രയോഗവും ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്ര ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാനായ ഡോക്ടറാണ് ഡോക്ടർ സിംസൺ. അദ്ദേഹത്തിനോട് കൂടെ പ്രവർത്തിച്ച ചില ആളുകൾ ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല. ഞാൻ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ വിഷയം കണ്ടുപിടിക്കാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യം നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, അവന്റെ പാപപരിഹാര ബലിയെ ജീവിതത്തിൽ അംഗീകരിക്കുക, ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുക. നിങ്ങളുടെ ലംഘനങ്ങളും പാപങ്ങളും ദൈവം നിങ്ങളോട് ക്ഷമിക്കും. അതാണ് ഒന്നാമത്തെ ഭാഗ്യം. രണ്ടാമത്തെ ഭാഗ്യം, അതുകൊണ്ട് ഞാൻ പറയട്ടെ, രണ്ടാമത്തെ ഭാഗ്യമായി പറയുന്നത് യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 13 വാക്യമാണ്. ഈ വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 13 വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവിടെ യോഹന്നാന് പത്മോസിൽ വെച്ചുണ്ടായ വെളിപ്പാടിൽ കർത്താവ് യോഹന്നാനോട് പറയാണ്, നീ ഇത് എഴുതി വെക്കുക, എന്ത്? ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പൊ ആരാണ് രണ്ടാമതായി പറയപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂടുതലുള്ളത്? ഒരിക്കൽ ജനിച്ചാൽ മരിക്കണം, അത് നമുക്കറിയാം. അത് ബയോളജിയുടെ തത്വമാണ്. ജീവനുള്ള ഏതിനും ആരംഭമുള്ള ഏതിനും ഒരു അവസാനമുണ്ട്. ജനിച്ചാൽ മരിച്ചേ മതിയാവുള്ളൂ. അവൻ എല്ലാറ്റിനായി ഒരു ദിവസത്തെ നിയമിച്ചിരിക്കുന്നു. മരണദിവസത്തിനായി മനുഷ്യനെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ സഭാപ്രസംഗി വിളിച്ചു പറയുന്നു, ഒരു ദിവസം നാം മരിക്കണം. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ പറയുക, കർത്താവ് പറയുകയാണ്, നീ എഴുതി വെക്കുക ഈ വാക്യം, എന്ത്? ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ലോകത്തിൽ അനേക ആളുകൾ മരിക്കുന്നു, അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകളുടെ മരണക്കിടക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നിരാശയോടെ ലോകത്തെ വിട്ടുപോയിട്ടുള്ള ആളുകൾ, ഫലിപ്രമത്തോടെ മരണത്തെ സമീപിച്ചുള്ള ആളുകൾ,
പ്രത്യാശയോടെ കടന്നു പോയിട്ടുള്ള ആളുകൾ ഇതിന് പലതിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവിൽ മരിക്കുന്നവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ മരിക്കാൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ജനിക്കണം. അതായത് യേശു ക്രിസ്തുവിൽ ജനിച്ചവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിൽ ജനിക്കുന്നതിനെയാണ് വിശുദ്ധ വേദപുസ്തകം വീണ്ടും ജനനം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കൽ ഈ ജഡജീവിതത്തിൽ ജനിച്ചവരാണ്, മാതാപിതാക്കളാൽ ജന്മം കൊണ്ടവരാണ്. അങ്ങനെ നിങ്ങൾ ജന്മം കൊണ്ട ഈ ജീവിതം അത് പാപമയമാണ്, അതാണ് അകൃത്യത്തിൽ ഉരുവായി എന്ന് ദാവീദ് പറയുന്നത്. ഈ ജഡജീവിതത്തിൽ രണ്ടാമത് ഒരു ജന്മം കൂടെ നിങ്ങൾക്കും എനിക്കും ആവശ്യമാണ്. ആ ജന്മത്തെയാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്, റീജനറേഷൻ എന്ന് പറയും. ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും സാധിക്കും. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പാപകന്മഷ്യങ്ങളെ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി നമ്മെ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു. നാം ഒരു പുതു സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ധനനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു പാപി വീണ്ടും ജനിച്ച് ദൈവവേദനായി ദൈവസൽ ഒരു പുതു സൃഷ്ടിയായി തീരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് തങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ മരിച്ചാൽ ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുന്നത്. അവർ ക്രിസ്തുവിൽ ജനിച്ചവരാണ്, അവർ ക്രിസ്തുവിൽ മരിക്കുന്നു. ഇവിടെ യോഹന്നാനോട് കർത്താവ് പറയാണ്, നീ ഇത് എഴുതി വെക്കുക, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇനി മൂന്നാമത്തെ ഭാഗ്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഒന്നാമത്തെ ഭാഗ്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത്തെ ഭാഗ്യവാൻ, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്ന് മരിക്കുന്നവർ അനേകരാണ്, ക്രിസ്തുവിൽ മരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. മൂന്നാമത് പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. വിശുദ്ധ വേദപുസ്തകം പുനരുത്ഥാനത്തെ 3 തട്ടുകളിലാണ് തിരിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. പുനരുത്ഥാനത്തിന് 3 നിലകളേ ഉള്ളൂ. മരിച്ചവരിൽ ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 2, ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്ന, കാലാകാലങ്ങളിലായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന തന്റെ വിശുദ്ധന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ അവർ മരിച്ച് മണ്ണിൽ നിദ്ര കൊണ്ടാലും വേദപുസ്തകം പറയുന്നു അവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ വരും. ഒരിക്കൽ മരിച്ചാൽ, ഒരിക്കൽ ജനിച്ചവൻ വീണ്ടും ജനിച്ച് ദൈവവേദലായി ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനിയുടെ മുമ്പാകെ 1 Thessaloniki 4 നാം വായിക്കുന്ന പോലെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ വെളിപ്പാട് 14:13 പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ കാഹളനാഥത്തെങ്കിൽ എഴുന്നേറ്റ് വരുന്നത് ശവപ്പെട്ടി ഇവിടുന്ന് നമ്മള് കുർബാനയും ചൊല്ലി അന്ത്യകൂദാശയും കൊടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ വിട്ട മൃതന്മാരല്ല. കർത്താവിന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്തിലെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ക്രിസ്തുവിൽ മരിച്ച മൃതന്മാരാണ്. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ, അവരെയാണ് വെളിപ്പാട് 20-ാം പറയുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഇപ്പൊ ഞാനൊരു വാക്കോട് നിർത്തുകയാണ്. ലോകത്തിൽ എന്തെല്ലാം ഭാഗ്യം ഭൗതികമായി നാം നേടിയാലും, അമ്പരചുംബികളായ സൗധങ്ങൾ വെച്ചാലും, വിലപിടിപ്പുള്ള വാഹനങ്ങൾ വാങ്ങിയാലും, ഏറ്റവും സുഖസൗകര്യങ്ങളോട് ജീവിച്ചാലും, ഏറ്റവും അധികം സമ്പത്ത് നമ്മളെ വാരിക്കൂട്ടിയാലും, അതെല്ലാം ഈ താൽക്കാലിക ജീവിതത്തിന്റെ ഭാഗ്യമായി കണക്കാക്കിയാൽ മതി. മരണം കൊണ്ട് ഇതെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല. ഇവിടുത്തെ ഏറ്റവും മഹാനായ ഒരു മനുഷ്യനും മരിച്ചാൽ ഒരു ശവപ്പെട്ടി, അപ്പോൾ കൈ കെട്ടുന്നൊരു വസ്ത്രം, ഇത്രയും മാത്രമേ ആ ശവശരീരത്തിന്മേൽ കൊടുത്ത് പിടിക്കത്താക്കി വിടുകയുള്ളൂ. മറ്റെല്ലാം ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിലുണ്ടായിരുന്നു, കേരളത്തിൽ എത്രയോ ആയിരക്കണക്കിന് കോടി രൂപയാണ് അവകാശമില്ലാതെ ബാങ്കിൽ കെട്ടിക്കിടക്കുന്നത്. ആരും ക്ലെയിം ചെയ്യുന്നില്ല. നമ്മുടെ പണം വാസ്തവത്തിൽ നമുക്ക് എന്തിനാണ്? നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം ഈ ലോകജീവിതത്തിന് ആവശ്യമാണ്. എന്നാൽ ഇതൊന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുകയില്ല. ഒരു വസ്തുത മനസ്സിലാക്കുക, ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ
ഭാഗ്യവാനാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുവാൻ എന്ത് ചെയ്യണം? ഒരിക്കൽ ജനിച്ചവൻ വീണ്ടും ജനിക്കണം. അപ്പൊ രണ്ടാമത് ജനിക്കണം. എങ്ങനെ ജനിക്കും? യോഹന്നാൻ 3 നിക്കോദിമോസ് എന്ന് പറയുന്ന വൃദ്ധൻ യേശുവിനോട് ചോദിച്ചു, മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും അമ്മയുടെ ഉയരത്തിൽ പ്രവേശിച്ച് മടങ്ങി വരികയോ? അല്ല. കർത്താവ് പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിനക്ക് കഴിയുകയില്ല. അതെങ്ങനെ സാധിക്കും? കാറ്റ് അതിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഓടുന്നു, അവിടെ അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അവിടെ തന്നെയാകുന്നു വീണ്ടും ജനിക്കുന്നതും. നിങ്ങൾ ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണം. എന്റെ 9ാമത്തെ വയസ്സിൽ ഒരു മാർത്തോമാ സഭ വിശ്വാസിയായി ഒരു പൈതൃകമായ മാർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, ബാല്യം മുതൽ കർത്താവിനോടുള്ള പ്രീതിയിലും വാത്സല്യത്തിലും മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്ന ഞാൻ, എന്റെ 9ാമത്തെ വയസ്സിൽ എന്റെ കർത്താവായ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നത് അതാണ്. ലോകത്തിൽ മറ്റൊന്നിനെയും ഞാൻ വിലമതിച്ചതായി കാണുന്നില്ല. ഭൗതിക ആവശ്യത്തിന് അത്യാവശ്യമായതൊക്കെ നമുക്ക് വേണം. വീട് വേണം, വസ്തുക്കൾ വേണം, വാഹനങ്ങൾ വേണം, ടെലിഫോൺ വേണം, എല്ലാ സൗകര്യങ്ങളും വേണം. എന്നാൽ അതെല്ലാം ഈ ലൗകിക ശാരീരിക ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി, ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്റെ സകല പാപങ്ങളെയും പോക്കി എന്നെ ശുദ്ധീകരിച്ചു, ഒരു ദൈവമകനാക്കി തീർത്തു എന്നുള്ളതാണ്. അപ്പൊ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 32:1. രണ്ടാമത്തെ ഭാഗ്യവാൻ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 14:13. കർത്താവായ യേശു ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ ജനിക്കണം, അതായത് വീണ്ടും ജനിക്കണം. 3. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായം. നമ്മളെ വിട്ടുപോകുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, നമ്മുടെ സ്നേഹിതർ, എത്രയോ ആളുകൾ മരണത്താൽ ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെടുന്നു. അവരെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്തിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതാണ്. ഒരു മരണം ജീവിതത്തിന്റെ അവസാനമല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് കർത്താവ് നമുക്ക് തരുന്നത്. കഴിഞ്ഞ ദിവസവും ഞാൻ പരസ്യത്തിന് പോയി 4-5 സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. ഇന്ന് അതൊക്കെ ഒരു ഫാഷനില്ലാത്ത ശുശ്രൂഷയായി മാറിയിരിക്കുക. കാര്യം ആര് പോകും പരസ്യയോഗങ്ങൾക്ക്? വളരെ വളരെ അപൂർവമായി. നല്ല ഏറ്റവും സന്തോഷമുള്ള ശുശ്രൂഷ അതാണ്. ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ ശുശ്രൂഷ ചെയ്ത ശേഷം ഒരു മനുഷ്യൻ ചോദിച്ചു, സാറേ, ഈ മനുഷ്യൻ മരിച്ചാൽ പിന്നെ എന്തെങ്കിലും അവനുണ്ടോ? അവൻ മടങ്ങി വരുമോ? ഞാൻ അദ്ദേഹത്തോട് മാറ്റി നിർത്തി ദൈവ വചനം പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ശുശ്രൂഷ അതാണ്. ഇന്നും അത് ചെയ്യുന്നു. ഈ പ്രായത്തിൽ ചെയ്യാനായിട്ട് കർത്താവ് ബലപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം. ഒന്നാമത്തെ പുനരുദ്ധാനം അത് സിദ്ധന്മാരുടെ പുനരുദ്ധാനമാണ്, വിശ്വാസികൾക്കുള്ള പുനരുദ്ധാനമാണ്. അഗ്രിപ്പ മഹാരാജാവിന്റെ മുമ്പാകെ സുവിശേഷത്തിൽ ബന്ധനസ്ഥനായി റോമിൽ നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, മഹാരാജാവേ, നമ്മുടെ പിതാക്കന്മാർ എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ച പ്രത്യാശബദ്ധമാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. സിദ്ധന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് അത് വിശ്വസിച്ചു. താനത് എഴുതി വെച്ചു. പൗലോസ് 1:15 മുഴുവൻ 4-ാം വാക്യം മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ പുനരുത്ഥാനത്തിന്റെ സായുക്തികതയെ സംബന്ധിച്ച് ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും തത്വശാസ്ത്രപരമായും പിന്നെ എല്ലാ നിലയിലും ദൈവശാസ്ത്രപരമായും മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിന്റെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതം, ഒരു പ്രത്യാശയും മനുഷ്യനുണ്ട്. മരണം മറുകരയിലേക്കുള്ള പ്രവേശന കവാടം മാത്രമാണെന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ്. എത്രയോ വാക്യങ്ങൾ സ്ഥാപിക്കുന്നു. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെ, മർത്യമായത് അമർത്യത്തെ ധരിക്കണം. ദ്രവത്വം അദ്രവത്വത്തെയും മർത്യത അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. അന്നാണ് നാം ഇരു കൈകളും അമ്പലത്തേക്ക് ഉയർത്തിക്കൊണ്ട്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന് ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നു. ആ വിജയഭേരി നാം മുഴക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ മരിച്ച് അടക്കപ്പെട്ട എന്റെ കർത്താവായ യേശു 3-ാം ദിവസം മരണത്തെ ബന്ധിച്ച് മരണത്തിനുമേൽ ജയം വരിച്ച് അവൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു.
എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, സ്നേഹിതരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരുപാട് ലൗകികമായ ഭാഗ്യ വർണ്ണനയ്ക്ക് ആവശ്യമായ സംഗതികളൊക്കെ ഉണ്ടാവാം. ലോകം നിങ്ങൾക്ക് നൽകിയ വലിയ നന്മകളുടെ കൂമ്പാരം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവാം. അതെല്ലാം മരണം കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഏകരായി ഇവിടുന്ന് പോകേണ്ടായി വരും. മരണത്തിന്റെ അപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളുടെ മോചനം പ്രാപിച്ച്, ലംഘനങ്ങളുടെ മോചനം പ്രാപിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ഒന്നാം പുനരുത്ഥാനത്തിന് പങ്കാളികളായി തീരണം. അല്ലെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. നിത്യമായ നാശത്തിനായി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. അതിഭയാനകമായ നരകാഗ്നിയിലേക്ക് ദൈവത്തിന്റെ നീതിയുള്ള കോടതി മനുഷ്യനെ തള്ളിയിടും. അതിന്റെ കാരണം അവർ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുന്നത്? ഇത് മതപരിവർത്തന സന്ദേശമല്ല, ഹൃദയത്തിന്റെ രൂപാന്തരം വരുത്തുന്ന സന്ദേശമാണ്. എന്തുകൊണ്ട് ഞങ്ങളിത് പ്രസംഗിക്കാൻ നിർബന്ധിതരായി തീർന്നു? പാപികൾ രക്ഷിക്കപ്പെട്ട് നിത്യജീവന്റെ പങ്കാളിയായി തീരണം. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ള അവബോധം മനുഷ്യൻ നൽകുക എന്നുള്ളതാണ്. ഇന്നുവരെയും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അതിക്രമങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷാദിവസമായി ഇന്നത്തെ ദിവസം തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വീണ്ടും ജനിക്കുക, ദൈവബദലായി തീരുക. എങ്കിൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പങ്കും ഓഹരിയും ഉണ്ടായിരിക്കും. രണ്ടാം മരണമാകുന്ന നിത്യനാശം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായ സത്യം നമ്മെ അറിയിക്കുന്നു. ഈ സുവിശേഷ സത്യം വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തിന്റെ 5 വൻകരകളായിട്ടുണ്ട്. പാവപ്പെട്ട എനിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലും സ്നേഹത്താലും ഈ സുവിശേഷത്തിന്റെ സത്യസന്ദേശം വിശ്വസിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഒരു ദൈവബദലായി തരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ പാടാൻ കഴിയും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരു പിടി മെഡിസിൻ കഴിച്ചാൽ ഞാൻ ജീവിക്കുന്നു. എന്നാലും ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ എന്ന് സന്തോഷത്തോടെ പാടുവാൻ കർത്താവ് എന്നെയും ബലപ്പെടുത്തുന്നു. പ്രത്യാശയുടെ ആ നല്ല നാളിനെ നോക്കിക്കൊണ്ട് കർത്താവിനായി മുമ്പോട്ട് പോകുന്നു. കർത്താവ് നടത്തുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ച് പാപങ്ങളുടെ മോചനം പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, ദൈവരാജരിക, ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുക. പുനരുത്ഥാനത്തിന്റെ പുത്തൻ പുലരിയിൽ ഒന്നാം പുനരുത്ഥാനത്തിന് നിങ്ങൾ പങ്കാളികളായി തീരുക. അതിനായി ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ല, ഈ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം മനുഷ്യവർഗത്തിനൊരുക്കിയ ഈ വലിയ രക്ഷയെ നിങ്ങളെ തൃണവൽഗണിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എബ്രായരുടെ 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്കുകൾ വായിക്കുന്ന പോലെ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് രൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും എന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പ്രിയമുള്ളവരെ, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇതാ വചനം നിങ്ങൾക്ക് സമീപമായി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിക്കൽ ആയിരിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച കർത്താവെ, അങ്ങ് എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിലെ ക്രൂശിന്മേൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് 3-ാം ദിവസം മരണത്തെ എന്നേക്കുമായി തോൽപ്പിച്ച മനുഷ്യപുത്രൻ നിലയിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്നു. അവിടുന്ന് എത്രയും വേഗം വരാൻ പോകുന്നു. നാളെയുടെ നാളുകൾ ലഭിപ്പാനിക്കുന്ന ഭാഗ്യകരമായ പുനരുത്ഥാനത്തിന്റെ ദിവസത്തിനായി അങ്ങ് പ്രത്യക്ഷയാകാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനായി ജീവിതം സമർപ്പിച്ചേൽപ്പിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, ദൈവബദലായി തീരുക. അതിനായി സ്വർഗത്തിലെ ദൈവം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം എന്നേക്കും മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.